നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് സ്വാഗതം. നമ്മളെ കേരളീയ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ചാണ് പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതകം. ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. അന്ധവിശ്വാസത്തിന്റെ പുറത്ത് ഒരാൾ, ഒരു മാനസിക രോഗമുള്ള ഒരാൾ തുടർച്ചയായി നടത്തുന്ന കൊലപാതകങ്ങൾ, അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സാരമല്ലാത്ത നിരവധി വീഴ്ചകൾ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ കേസിലെ പ്രതി ചെന്താമരയ്ക്ക് തെളിവെടുപ്പിലും യാതൊരു കൂസലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിക്രൂരമായ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ പ്രതിയെ തെളിവെടുപ്പിലെത്തിച്ചു. കൊലപാതകം നടത്തിയ രീതിയും ആയുധം ഒളിപ്പിച്ചതും ഫോൺ ഉപേക്ഷിച്ച ഇടവും പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. നാളെ ഒരുപക്ഷെ പ്രതി കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരിയിൽ തെളിവെടുപ്പ് നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഡിവൈഎസ്പി ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. ചെന്താമര ഒളിച്ചിരുന്ന സ്ഥലങ്ങൾ പകൽ മൊത്തം വയലിലെ കനാലിലാണ് ഒളിച്ചിരുന്നത്. രാത്രിയായപ്പോൾ മല കയറി അവിടുത്തെ ഗുഹയിൽ ഒളിച്ചിരുന്നു. ഇതിനിടെ പോലീസിന്റെ വണ്ടി വരുന്നതും ചെന്താമരയെ തിരയുന്നതുമൊക്കെ ഇയാൾ കാണുന്നുണ്ടായിരുന്നു. ഡിവൈഎസ്പിയുടെ വാക്കുകളിലേക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ നാളെ വൈകുന്നേരം 3 മണി വരെയൊക്കെയാണ് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നത്. അപ്പോൾ നമുക്കത് ഈ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാള് സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡന്റുകൾ, അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നത്, തിരിച്ചു പോകുന്നതും, സിമ്മും മൊബൈലും ഉപയോഗിച്ച സ്ഥലവും, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും, പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലം, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കൂടെ സാക്ഷികളുണ്ടായിരുന്നു. അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. തെളിവെടുപ്പ് ഇന്ന് നടന്നു. അതിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂസലുമില്ലാതെ പ്രതി കൃത്യമായി ഇയാൾ കൊലപാതകം നടത്തിയ സ്ഥലങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഒളിച്ചിരുന്നത്, ഇക്കാര്യങ്ങളൊക്കെ അയാൾ കൃത്യമായി കാണിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, നമ്മൾ ഈ ചെന്താമരയുമായി ബന്ധപ്പെട്ട അയാളുടെ ചില കാര്യങ്ങൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. ഇയാൾക്ക് യാതൊരു പശ്ചാത്താപവുമില്ല. കൃത്യമായി ചില കൊലപാതകങ്ങൾ നടത്താതിരുന്നതിലുള്ള വിഷമം മാത്രമാണുള്ളത്. ഇയാൾ കൃത്യമായി പോലീസിനോട് സഹകരിക്കുന്നു, കൃത്യമായി ആഹാരം കഴിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. എന്താണ് ഇന്നത്തെ തെളിവെടുപ്പ്? ഏതൊക്കെ രീതിയിലായിരുന്നു? പോലീസിന് ഈ കേസിന് ആവശ്യമായ കൃത്യമായ വിവരങ്ങൾ ഇയാളുടെ പക്കൽ നിന്ന് കിട്ടിയോ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ പ്രതിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, പ്രതിയെ ഈ പോലീസ് പിടികൂടിയ സമയത്തൊന്നും ഇനിയും കൊലപാതകങ്ങൾ നടത്താനുണ്ട് എന്ന ഒരു കാര്യം മാത്രമാണ് പ്രതി പറഞ്ഞത്. അല്ലാതെ ഈ കൊലപാതകങ്ങൾ നടത്തിയതിൽ, 2 പേരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിൽ ഒരു തരി കുറ്റബോധം പോലും ഈ പ്രതിക്ക് ഈ പോലീസ് പിടികൂടിയ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇന്നും വ്യക്തമായത്. ഈ പ്രതിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല, ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. പോലീസിനെ നേരിട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യം പോലും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം പ്രതി തന്നെ കൃത്യമായി എല്ലാ വിവരങ്ങളും പോലീസിന് വിശദീകരിച്ചു. ആദ്യം ഈ സുധാകരനെ, 27-ാം തീയതിയാണ് സുധാകരനും ലക്ഷ്മി അമ്മയും അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. അന്ന് 27-ാം തീയതി ഈ പ്രതി ചെന്താമര വെട്ടുകത്തിയുമായി നിൽക്കുന്നത്, കൊടുവാളെടുത്ത് നിൽക്കുന്നത് കണ്ട സുധാകരൻ തന്റെ ഇരുചക്ര വാഹനം റിവേഴ്സ് എടുക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും ഈ ചെന്താമര സുധാകരന്റെ അടുത്ത് ചെന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. അതിനുശേഷം തനിക്കെതിരെ നിലവിളിച്ചോടിയ ലക്ഷ്മി അമ്മയുടെ വീടിന് മുറ്റത്താണ് നിന്നിരുന്നത്. ഈ ലക്ഷ്മി അമ്മ നിലവിളിച്ചതോടുകൂടിയാണ് ഈ പ്രതി ലക്ഷ്മി അമ്മയെയും ചെന്ന് വെട്ടിക്കൊല്ലുന്നത്. അതിനുശേഷം ഈ പ്രതിയുടെ വീട്ടിൽ കയറി കൊടുവാൾ അവിടെ വെച്ച് ഈ പ്രതിയുടെ വീടിന് പുറകുവശത്തിലൂടെയാണ് പിന്നീട് പ്രതി രക്ഷപ്പെടുന്നത്. അതടക്കം പ്രതി കൃത്യമായി ആ വഴികളടക്കം പോലീസിന് ഇന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഈ പാടം വരമ്പത്തുകൂടി, അതായത് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെയും ഈ പ്രതി ചെന്താമരയുടെയൊക്കെ വീട് ഒരു പാടത്തിന് സമീപമാണ്. അത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ്. ആ പാടത്ത് കൂടെ ഈ പ്രതിയുടെ വീടിന് പുറകുവശത്തു കൂടി ഓടി ഏകദേശം ഒരു 500 മീറ്റർ ഒക്കെ മാറിയതിനു ശേഷം അവിടെ ഒരു പാടത്ത് തന്നെ ഒരു കുറ്റിക്കാട് പോലെയുള്ള സ്ഥലത്താണ് ഫോണും സിമ്മും ഈ പ്രതി ഉപേക്ഷിച്ചത്. അതിനുശേഷം വീണ്ടും കുറെ നേരം ഈ പ്രതി ഓടി. പിന്നീട് നാട്ടുകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ
കനാലിലും കനാലിലെ സമീപ പ്രദേശത്തുമായി പ്രതി ഒളിച്ചിരുന്നു. ആ സമയം ഈ പ്രതിക്കായി നാടും പോലീസും ഒന്നാകെ ഈ മലമുകളിലടക്കം തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ പ്രതി ഈ കൊലപാതകം നടത്തിയ സ്ഥലത്ത് തന്നെ, അതായത് ഈ പ്രതിയുടെ വീടിന് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു. ഈ നാട്ടുകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി സമീപത്തെ കനാലിലും മറ്റു പ്രദേശങ്ങളിലുമായി പ്രതി ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് ഈ കനാലിലെ ഓവ് മാർഗം ഈ പ്രതി രക്ഷപ്പെടുന്നത്, മലമുകളിലേക്ക് കയറുന്നത്. അപ്പോഴും ഈ പ്രതി പോയ വഴികൾ കൃത്യമായി, ഇയാൾ ഓരോ പാടത്ത് നിന്നും ചാടിക്കടന്ന വഴികൾ അടക്കം ഈ പോലീസിന് വളരെ കൃത്യമായി തന്നെ ചെന്താമര വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം ഇയാൾ മലമുകളിലേക്ക് രക്ഷപ്പെടുന്നതിന്റെ ഘട്ടത്തിൽ ഒരു ആനയുടെ മുമ്പിൽ അകപ്പെടുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഈ മലമുകളുടെ ബാക്കിൽ ഒളിച്ചു. പിന്നീട് വൈകിട്ടോടുകൂടി രാത്രി 12 മണിയോടുകൂടിയാണ് മലയിലെ ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ പോലീസ് ഈ നാട് മുഴുവൻ ചെന്താമരയെ തെരഞ്ഞ് അലയുന്നത് ചെന്താമര കൃത്യമായി തന്നെ ആ ഗുഹയിൽ നിന്നും കണ്ടിരുന്നു. പോലീസ് വാഹനത്തിന്റെ ലൈറ്റ് ഉൾപ്പെടെ പ്രതിക്ക് വ്യക്തമായി തന്നെ ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് നിരീക്ഷിക്കാമായിരുന്നു. ഒപ്പം ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. അതടക്കം പ്രതി വ്യക്തമായി തന്നെ നിരീക്ഷിച്ചിരുന്നു ഈ ഗുഹയ്ക്കുള്ളിലിരുന്ന്. അതിനുശേഷമാണ് 36 മണിക്കൂർ പിന്നിട്ട് വിശപ്പ് സഹിക്കാതെ പ്രതി ഇറങ്ങി വരുന്നത്. അപ്പോഴും ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രതി പറഞ്ഞിരുന്നത് സുധാകരന്റെ വണ്ടി ഇടിച്ചപ്പോൾ ഉണ്ടായ പ്രകോപനത്തിലാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. കാരണം ഇന്ന് തെളിവെടുപ്പ് ഈ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ തെളിവെടുപ്പ് നടന്നത്. അപ്പോൾ ഈ പ്രതി വിശദീകരിച്ചത് സുധാകരൻ താൻ കൊടുവാൾ പിടിച്ചു നിൽക്കുന്നത് സുധാകരൻ കണ്ടിരുന്നു. അതിനുശേഷം വണ്ടി റിവേഴ്സ് എടുക്കാൻ ചെന്നപ്പോഴാണ് ഈ പ്രതി സുധാകരനെ വെട്ടിക്കൊല്ലുന്നത്. അതിനുശേഷം നിലവിളിച്ചപ്പോഴാണ് ഈ ലക്ഷ്മി അമ്മയെ കൊല്ലുന്നത്. പിന്നീട് വെട്ടുകത്തി ഉൾപ്പെടെ അവിടെ വെച്ച് ഈ നാട് മൊത്തം ഈ പ്രതിക്കായി തെരച്ചിൽ നടത്തുമ്പോൾ പ്രതി സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെയും പോലീസിന്റെയും കണ്ണിൽ പെട്ടില്ല. ഇത്ര അടുത്തുണ്ടായിട്ട് പോലും ഈ പ്രതി ഇവരുടെ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിവിൽ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഈ സമീപത്ത് തന്നെ ഒരു 500 മീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലൊക്കെ അന്ന് വൈകിട്ടോടുകൂടി, അതായത് കൊലപാതകം നടന്ന 27-ാം തീയതി വൈകിട്ട് വരെ ഈ പ്രതി സമീപത്തുണ്ടായിരുന്നു. 12 മണിക്കാണ് ഈ പ്രതി മലയിലേക്ക് കയറുന്നതും മലയിൽ ഒളിക്കുന്നതും. മറ്റൊരു കാര്യമുള്ളത്, ഈ പ്രതിക്ക് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് പോലീസ് ഇന്ന് ഒരുക്കിയിരുന്നത്. കാരണം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നേരത്തെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഈ രോഷപ്രകടനങ്ങൾ ഉണ്ടായതാണ്. ഈ പറഞ്ഞ ഡ്രോൺ നിരീക്ഷണം ഉണ്ടായിരുന്നല്ലോ, ഡ്രോൺ നിരീക്ഷണം ഉണ്ടായിരുന്നു. പോലീസിന്റെ വലിയ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി പോലീസുകാരെ വിന്യസിച്ചിരുന്നു. സ്വാഭാവികമാണ്, നാട്ടുകാർക്ക് വലിയ പ്രതിഷേധം ഈ പ്രതിക്കെതിരെയുണ്ട്. അത് സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നാട്ടുകാർ ഇത്തവണ സമാധാനപ്രിയരായെന്ന് തോന്നല്ലേ? ആരും അങ്ങനെ കാര്യമായി ഇയാൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാനൊന്നും തയ്യാറായില്ല. അത് പോലീസിന് ഈ തെളിവെടുപ്പ് വേളയിൽ വലിയൊരു പരിധിവരെ ആശ്വാസമായി അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്. കാരണം വലിയ രീതിയിലുള്ള ഒരു മുൻകരുതൽ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. 400ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ മറ്റ് നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഈ പോലീസ് സജ്ജമാക്കിയിരുന്നു. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായില്ല. വളരെ സമാധാനപൂർണ്ണമായിരുന്നു തെളിവെടുപ്പ് നടന്നത്. ഒപ്പം തന്നെ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചിലർ കരയുക മാത്രമാണ് ചെയ്തത്. വികാര നിർഭരരായി പോയി. കാരണം 2 പേർ അതിക്രൂരമായാണ് ഈ പ്രതി വെട്ടിക്കൊന്നത്. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മറ്റ് അക്രമ സ്വഭാവങ്ങളൊന്നും ഉണ്ടായില്ല. ഈ പ്രതിക്കെതിരെ ആഞ്ഞെടുക്കുമോ എന്ന ഭയമൊക്കെ പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു സുരക്ഷയോടുകൂടി പ്രതിയെ എത്തിച്ചത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് പ്രതിയെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് നേരത്തെ തന്നെ പോലീസ് സൂചിപ്പിച്ചതാണ് തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ സീൻ റീക്രിയേറ്റ് ചെയ്യുക എന്നതിലേക്കായിരിക്കും പോലീസ് കടക്കുകയെന്ന്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള രോഷം അത് ഇരട്ടിയാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ വളരെ സമാധാനപൂർണ്ണമായി തന്നെ, അതായത് പോലീസിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു നാട്ടുകാരുടെ പെരുമാറ്റം. ഈ തെളിവെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നില്ല. പൂർണ്ണമായും അന്വേഷണ സംഘത്തോട് സഹകരിച്ചു. ഒപ്പം ഈ പ്രതിയുമായി തെളിവെടുപ്പിന് പോയത്, അതായത് ഈ സിം അതുപോലെ ഫോണൊക്കെ ഉപേക്ഷിച്ച സ്ഥലം, അത് പാടത്ത് തന്നെയുള്ള അല്പം മാറി ഒരു 500 മീറ്ററോളം മാറി ഒരു പാടത്ത് തന്നെയുള്ള ഒരു ചെറിയ കുറ്റിക്കാട്ടിലാണ് പ്രതി ഉപേക്ഷിച്ചത്. അവിടേക്കടക്കം
വളരെ സമാധാനപൂർവമായിട്ടാണ് ഈ ആളുകൾ എത്തിയത്. ഒപ്പം നാളെ ഈ പ്രതി കൊടുവാൾ വാങ്ങിയ വെട്ടുകത്തി വാങ്ങിയ എലവഞ്ചേരിയിൽ നാളെ തെളിവെടുപ്പ് ഉണ്ടാവാനാണ് സാധ്യത. അക്കാര്യം കൂടി ഡിവൈഎസ്പി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളരെ സമാധാനപൂർവമായി തന്നെ ഈ തെളിവെടുപ്പ് അത് ഇന്ന് പൂർണ്ണമായിരിക്കുന്നു. നാളെ 3 മണി വരെയാണ് ഈ പ്രതിയുടെ കസ്റ്റഡി കോടതി നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയോട് കൂടി പ്രതിയെ എത്തിക്കുന്നു. ഈ പ്രതി ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘത്തിനെ വഴിതെറ്റിക്കുന്ന തരത്തിലായിരുന്നു പലപ്പോഴും മൊഴി നൽകിയിരുന്നത്. അതായത് ആദ്യം വിഷം കഴിച്ചു എന്നതടക്കം പ്രതി പറഞ്ഞിരുന്നു. പക്ഷേ വൈദ്യപരിശോധനയിൽ അത് കണ്ടെത്താനായില്ല. അങ്ങനെ സുധാകരന്റെ വാഹനം ഇടിച്ചപ്പോൾ ഉണ്ടായ പ്രകോപനത്തിലാണ് കൊല ചെയ്തത് എന്നടക്കം പ്രതി പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് പ്രതി കൊലപാതകം നടത്തിയത്. പ്രതിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ ഇനിയുള്ള പോലീസിന് മുന്നിൽ നമുക്കറിയാം, പോലീസിന്റെ അന്വേഷണം അവസാനിക്കുന്നില്ല. പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പ്രതി. ഇനിയും തെളിവെടുപ്പുകൾ ബാക്കിയുണ്ടല്ലേ? ഈ ആയുധങ്ങൾ വാങ്ങിയ സ്ഥലത്ത് അടക്കം എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തണം. അവിടെയും സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ? ഏതായാലും നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കൊലപാതകം കൂടിയാണ്. അപ്പോൾ പോലീസിന് കുറേ പണികളുണ്ട്. അതിന് ഉപോത്ബലകമായ നിരവധി തെളിവുകൾ ശേഖരിക്കണം, മൊഴികളെടുക്കണം. പ്രതിയുടെ കുറ്റസമ്മതം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എങ്കിൽ പോലും കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യം അറിയില്ല. ഇയാൾക്ക് അനുകൂലമായ നിരവധി ഘടകങ്ങൾ ഉണ്ട് താനും, ഇയാളുടെ മാനസിക രോഗം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കേണ്ട പശ്ചാത്തലം അല്ലെങ്കിൽ അതിനുള്ള ബാധ്യത കൂടി പോലീസിനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. കാരണം ഈ പ്രതിക്ക് മാനസിക രോഗമുണ്ട്, അല്ലെങ്കിൽ ഈ പ്രതി ഇത്തരത്തിലുള്ള ഒരു സൈക്കോ ആണെന്ന് നേരത്തെ തന്നെ ഈ നാട്ടുകാരുൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ പ്രതി തന്നെ കോടതിയിൽ ചെന്ന് ഏറ്റു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, 100 വർഷം വേണമെങ്കിലും എന്നെ ശിക്ഷിക്കൂ എന്ന തരത്തിൽ പ്രതി തന്നെ കുറ്റം പറയുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടായിരുന്നു. കാരണം ഇനി ഒരിക്കൽ കൂടി പ്രതി പുറത്തിറങ്ങിയാൽ, ജാമ്യത്തിൽ ഉൾപ്പെടെ ഇനി പുറത്തിറങ്ങിയാൽ അത് ഈ നാട്ടുകാർക്കുണ്ടാക്കുന്ന ഭീഷണി ചെറുതൊന്നുമായിരിക്കില്ല. കാരണം ഈ സുധാകരനെ അല്ലാതെ മറ്റ് 5 പേരെ കൂടി ഈ പ്രതി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു. ഈ സമീപത്തെ അയൽവാസി കൂടിയായ പുഷ്പയെ അടക്കം പ്രതി കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ഘട്ടത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതിനുവേണ്ടി തന്നെയാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് കടന്നത്. എന്തായാലും ഇന്ന് വളരെ കൃത്യമായി തന്നെ പ്രതി ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു. ഈ കൊലപാതകം നടത്തിയ സ്ഥലം, അതിനുശേഷം ഈ ആയുധങ്ങൾ വെച്ചത്, രക്ഷപ്പെട്ട വഴി, രക്ഷപ്പെട്ട മാർഗം, അതിനുശേഷം ഒളിച്ചിരുന്ന സ്ഥലം, ഈ ഫോണും സിമ്മും ഉപേക്ഷിച്ചത്, അങ്ങനെ വളരെ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും പോലീസിന് പ്രതി വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത കൊടുവാൾ, അതിന്റെ ഫോറൻസിക് പരിശോധന അടക്കം അത്തരം ശാസ്ത്രീയ തെളിവുകൾ കൂടി ഇനി പരിഗണിക്കും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ പോലീസ് കുറ്റപത്രം അടക്കം സമർപ്പിക്കുന്നതും. എന്തായാലും ഈ പ്രതിക്കെതിരെ വലിയ രീതിയിലുള്ള ഈ തെളിവ് ശേഖരണം അത് പോലീസ് നടത്തുന്നുണ്ട്. നാളെ എലവഞ്ചേരിയിലെത്തി ഈ കടയുടമയുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. ഇയാൾ തന്നെയാണോ, ചെന്താമര തന്നെയാണോ ഈ കൊടുവാൾ വാങ്ങിയത് എന്നടക്കമുള്ള മൊഴികൾ കൂടി പോലീസ് സ്വീകരിക്കും. കൃത്യമായി എല്ലാ തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച് വളരെ പഴുതടച്ച ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഈ പ്രതിക്ക് ജാമ്യം പോലും കിട്ടാത്ത തരത്തിൽ ഈ പ്രതിയെ ഉള്ളിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇയാൾക്ക് വധശിക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അതിനുവേണ്ട എല്ലാ തെളിവുകളും പോലീസ് ശക്തമായി തന്നെ ശേഖരിക്കുന്നുമുണ്ട്. തീർച്ചയായും ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും എല്ലാം വിശദീകരിച്ചാണ് ചെന്താമര ഇന്ന് തെളിവെടുപ്പിനോട് സഹകരിച്ചത്. താൻ ഒളിച്ചിരുന്ന സ്ഥലങ്ങൾ, എങ്ങനെയാണ് 1.5 ദിവസം പോലീസിനെ കബളിപ്പിച്ച് അവിടെയൊക്കെ നടന്നത്, നാട്ടുകാരുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഇയാൾ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇയാൾ ഒളിച്ചിരിക്കുമ്പോൾ പോലും നാട്ടുകാരിൽ ഈ പോലീസിന്റെ ജീപ്പ് അടക്കം ലൈറ്റ് അടിച്ച് വരുന്നതും അവർ സെർച്ചും മറ്റും ഇയാൾ കണ്ടിരുന്നു. പകൽ മുഴുവൻ ഇയാൾ ഒളിച്ചിരുന്നത് പാടശേഖരത്തെ കനാലിലാണ്. അതിനുശേഷം മുകളിലേക്ക് കയറി ഇയാൾ ചെല്ലുന്നത് എന്ന് പറയുന്നത് മല കയറി ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഇയാൾക്ക് ഇത്തരത്തിൽ ചില പിടികൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നത്. വിശപ്പ് സഹിക്കാനാവാതെ പിന്നീട് വീട്ടിലേക്ക് വരുന്ന വഴി ഇയാളെ പോലീസ് നാട്ടുകാരും ചേർന്ന് പിടിക്കുകയുമായിരുന്നു. ഏതായാലും ചെന്താമരയ്ക്ക് ഒരു കൂസലുമില്ല. തനിക്ക് ഇനിയും കൊലപാതകം നടത്താൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമാണ് നരാധമനുള്ളത് എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം.